അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. മണ്ഡലകാലമായതുകൊണ്ട് തന്നെ സ്വാമിയയ്യപ്പന്മാരുടെ നല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിൽ. ഇവിടുത്തെ വിശേഷപ്പെട്ട ഒരു ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ഏറ്റവും കൂടുതൽ സ്ത്രീജനങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല ദിനം. അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, മുല്ലവീട്ടിൽ തറവാട്ടിലെ കാരണവർ ഇള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക ആറ് കടക്കാൻ സഹായം ചോദിച്ചെത്തിയെന്നും കുട്ടിയെ കാരണവർ ആറ് കടക്കാൻ സഹായിച്ചു. കുട്ടിയുടെ ആ മുഖത്തെ തേജസ് കണ്ട കാരണവർ കുട്ടിയെ മുല്ലവീട്ടിൽ തറവാട്ടിലേക്ക് കൊണ്ടുപോയി കുട്ടിക്ക് വേണ്ട ഭക്ഷണം തയ്യാറാക്കി വന്നപ്പോഴേക്കും കുട്ടി അവിടെ നിന്ന് അപ്രത്യക്ഷമായി. അന്ന് രാത്രി കാരണവരുടെ ഉറക്കത്തിൽ ആ ബാലിക സ്വപ്നത്തിലെത്തുകയും കാരണവരോട് തൊട്ടടുത്തുള്ള കാവിനോട് ചേർന്നുള്ള സ്ഥലത്ത് 3 സ്വർണ്ണ വരകൾ കാണാം എന്നും അവിടെ എനിക്ക് ക്ഷേത്രം നിർമ്മിക്കണമെന്നും ബാലിക കാരണവരോട് സ്വപ്നത്തിൽ പറയുകയുണ്ടായി. അങ്ങനെ ഉറക്കം എഴുന്നേറ്റ കാരണവർ താൻ സ്വപ്നത്തിൽ കണ്ട സ്ഥലത്ത് എത്തി ചെന്ന് നോക്കുമ്പോൾ അവിടെ ദേവി സ്വപ്നത്തിൽ പറഞ്ഞ പ്രകാരം 3 വരകൾ കാണുവാനിടയായി. അങ്ങനെ ആ വരകൾ കണ്ടിടത്ത് ചെറിയ ഒരു ക്ഷേത്രം പണിയുകയും ആ ക്ഷേത്രമാണ്, അകത്തേക്ക് വീഡിയോ അലൗഡല്ല എന്നാണ് സെക്യൂരിറ്റി പറഞ്ഞത്. അപ്പം ആ ക്ഷേത്രം അവിടെ ചെറിയൊരു ക്ഷേത്രം നിർമ്മിക്കുകയും പിന്നെ കാലമേറെ കഴിഞ്ഞ് നാട്ടുകാർ മുൻകൈയെടുത്ത് ഇപ്പോഴുള്ള ഈ കാണുന്ന വലിയ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് അകത്തേക്ക് വീഡിയോ അലൗഡല്ല. ഇതാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലെ ഐതിഹ്യം. പിന്നെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് മറ്റൊരു ഐതിഹ്യം, അത് തമിഴ് സാഹിത്യവുമായി ബന്ധപ്പെട്ടതാണ്, ചിലപ്പതികാരവുമായി ബന്ധപ്പെട്ടതാണ്. അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഐതിഹ്യം ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മൾ ഇതാണ് ആറ്റുകാലിലെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പോകുന്ന ക്ഷേത്രം തിരുവല്ലമാണ്. തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ അടുത്ത യാത്ര. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.